1 കൊരിന്ത്യർ 10-9 അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ദൈവം നൽകിയ അത്ഭുതങ്ങളും വിടുതലുകളും നിരന്തരം അനുഭവിച്ചിട്ടും പ്രതിസന്ധികൾ വരുമ്പോൾ വീണ്ടും ദൈവത്തിന്റെ സ്നേഹത്തെയും വഴിനടത്തലിനെയും സംശയിക്കുന്നതാണ് ദൈവത്തെ പരീക്ഷിക്കുക എന്നത്. ദൈവത്തിന്റെ ക്ഷമയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നത് മാരകമായ ന്യായവിധിയെ ക്ഷണിച്ചു വരുത്തും എന്നതാണ് ഈ വചനത്തിന്റെ കാതലായ അർത്ഥം. വിശുദ്ധ പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത് മരുഭൂമിയിലെ താമ്രസർപ്പത്തിന്റെ ചരിത്രമാണ്. ഏദോം ദേശത്തെ ചുറ്റിപ്പോകുന്ന വഴിയിൽ വെച്ച് ജനം മടുപ്പ് കാണിക്കുകയും അവർ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിപ്പാൻ നിങ്ങൾ ഞങ്ങളെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്നത് എന്ത്? ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങളുടെ മനസ്സിന് വെറുപ്പാകുന്നു എന്ന് അവർ പറയുന്ന ഭാഗം സംഖ്യാപുസ്തകം 21 4-6 വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം ഉടനെ തന്നെ യഹോവ ജനത്തിന്റെ ഇടയിലേക്ക് തീ സർപ്പങ്ങളെ അയച്ചു. അവ കടിച്ചതുമൂലം ഇസ്രായേലിൽ വലിയൊരു ജനാവലി മരിച്ചു വീണു. കർത്താവായ യേശു ഈ പഴയ നിയമ സംഭവത്തെ തന്റെ ക്രൂശീകരണമായും രക്ഷയുമായും നേരിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞിരുന്നു. യോഹന്നാൻ സുവിശേഷം 13-14 വരെയുള്ള വാക്യത്തിൽ മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എന്നെഴുതിയിരിക്കുന്നു. തങ്ങളെ കടിച്ച പാപത്തിന്റെ വിഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇസ്രായേലിയർ താമ്രസർപ്പത്തിലേക്ക് നോക്കേണ്ടി വന്നതുപോലെ പാപവിഷമേറ്റ മനുഷ്യർക്ക് രക്ഷയ്ക്കായി ക്രൂശിലെ ക്രിസ്തുവിലേക്ക് നോക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് യേശു വ്യക്തമാക്കി. സാത്താൻ മരുഭൂമിയിൽ വെച്ച് പരീക്ഷിച്ചപ്പോൾ യേശു ആവർത്തന പുസ്തകം 6-16 ഉദ്ധരിച്ച് മറുപടി നൽകി. നിന്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കരുത്. മത്തായി സുവിശേഷം 4-7 രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഇവിടെ ഇപ്രകാരം പരിശുദ്ധാത്മാവിനാൽ എഴുതുവാൻ കാരണം? കൊരിന്ത്യ സഭയിലെ ചിലർ തങ്ങളുടെ ആത്മീയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വിഗ്രഹക്ഷേത്രങ്ങളിൽ പോവുകയും ജാതീയ ആചാരങ്ങളിൽ പങ്കുകൊള്ളുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവത്തിന് ഞങ്ങളെ ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് അവർ ദൈവത്തിന്റെ മുൻകോപത്തെ പരീക്ഷിക്കുകയായിരുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്വന്തം ജനം അവനെ പരീക്ഷിച്ചപ്പോൾ വിഷസർപ്പങ്ങളാൽ ഒടുങ്ങിപ്പോയെങ്കിൽ കൊരിന്ത്യർക്കും അതേ നാശം സംഭവിക്കാം എന്ന് താക്കീത് നൽകാനാണ് പൗലോസ് ഇത് പറയുന്നത്. ഇവിടെ പഴയ നിയമത്തിലെ യഹോവയെ വിശുദ്ധ പൗലോസ് ക്രിസ്തു എന്ന് വിളിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ ദൈവത്വവും വ്യക്തമാക്കുന്നു. നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ അഥവാ പ്രായോഗിക കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? 1. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ നന്മകളെ സാരമില്ലാത്തത് എന്ന് പറഞ്ഞ് പുച്ഛിക്കരുത്. നന്ദികേട് പാപ തുല്യമാണ്. 2. കൃപ ലഭിച്ചു എന്നതുകൊണ്ട് പാപ സാഹചര്യങ്ങളിലേക്ക് മനഃപൂർവ്വം കടന്നു ചെന്ന് ദൈവത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. 3. പാപത്തിന്റെ പ്രലോഭനങ്ങളോ വീഴ്ചകളോ ഉണ്ടാകുമ്പോൾ മരുഭൂമിയിലെ ജനത്തെ പോലെ പെറുപെറുക്കാതെ നമുക്കായി ക്രൂശിക്കപ്പെട്ട യേശുവിലേക്ക് നോക്കി കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. ചുരുക്കത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മുടെ താല്പര്യങ്ങൾക്കായി പരീക്ഷിക്കരുത്. അവൻ നൽകുന്ന ആത്മീയ ആഹാരത്തെയും അല്ലെങ്കിൽ കരുതലിനെയും നന്ദിയോടെ സ്വീകരിക്കുകയാണ് ഒരു വിശ്വാസിയുടെ കടമ. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.